ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. തലശ്ശേരി ഒ ചന്തുമേനോൻ സ്മാരക വലിയ മാടാവിൽ ഗവൺമെൻറ് യു പി സ്കൂളിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടിക്ക് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. സ്കൂളിലെ ക്ലാസ് മുറിയിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടിയിൽ കുട്ടികൾ പഠിക്കുന്നതും ഭക്ഷണം പാകം ചെയ്യുന്നതുമെല്ലാം ഏറെ ബുദ്ധിമുട്ടിയാണ്. കഴിഞ്ഞ 30 വർഷത്തോളമായി വലിയ മാടാവിൽ സ്കൂളിലാണ് അങ്കണവാടി പ്രവർത്തിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സ്കൂളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറവായതിനാലും അങ്കണവാടിക്ക് മികച്ച രീതിയിലുള്ള സ്ഥലസൗകര്യമുള്ളതിനാലും പ്രവർത്തനത്തെ ബാധിച്ചിരുന്നില്ല. പിന്നീട് സ്കൂൾ വികസിച്ചു, വിദ്യാർത്ഥികളുടെ എണ്ണവും കൂടി. ഇതോടെ അങ്കണവാടിയുടെ പ്രവർത്തനം ഒരു ക്ലാസ് മുറിയിലൊതുങ്ങി. 10ലേറെ കുട്ടികളുള്ള ഇവിടെ പഠനവും കളിയും ഉറക്കവും ഭക്ഷണം പാകം ചെയ്യുന്നതുമെല്ലാം ഈ മുറിയിൽ തന്നെയായി. നേരത്തെ കൂടുതൽ കുട്ടികൾ ഉണ്ടായിരുന്ന അങ്കണവാടിയിൽ ഇപ്പോൾ സ്ഥലപരിമിതി കാരണം കുട്ടികളെ വിടാൻ രക്ഷിതാക്കൾ താൽപ്പര്യപ്പെടാത്ത സ്ഥിതിയാണ്. നിരവധി തവണ വിഷയം ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെങ്കിലും കാര്യമായ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ലെന്ന് സ്കൂൾ SMC കമ്മിറ്റി അംഗം രാജേന്ദ്രൻ പിളിയമ്പ്ര പറഞ്ഞു. അപ്പോൾ ഇന്ന് സ്കൂള് ഒരു കുട്ടിയെ ചേർത്ത് കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം കൂടി ഏർപ്പെടുത്താൻ പറ്റാത്ത വിധത്തിൽ കുട്ടികൾ അധികരിച്ചിരിക്കുന്ന ഒരു സ്കൂളാണ്. അതിനൊപ്പം ചേർന്ന് എൻ്റെ ഓരം ചേർന്ന് നിന്നിരുന്ന ഒരു അംഗൻവാടിയാണ് എൻ്റെ പിന്നിലുള്ള ഈ അംഗൻവാടി. അതിന് ഇപ്പോൾ ഉള്ള ഈ റൂം കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും, ആ ഒരു സൗകര്യത്തിൽ കുട്ടികളെ മെയിൻറ്റെയിൻ ചെയ്യാനോ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനോ അവർക്ക് വിശ്രമിക്കാനോ ഒന്നും തന്നെ സൗകര്യമില്ല. 30 വർഷത്തിനിടയിൽ നഗരസഭയുടെ എത്രയോ മെമ്പേഴ്സ് വാർഡ് അംഗങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ എല്ലാ പ്രാവശ്യവും ഇവർ റിക്വസ്റ്റ് ചെയ്യാറുണ്ട്, നമുക്കൊരു അംഗൻവാടിക്ക് വേണ്ട സൗകര്യം ഉണ്ടാക്കി തരണം. ഇപ്പോഴും നമ്മുടെ ഈ സ്കൂളിൻ്റെ ഓരത്ത് ചേർന്ന് നിൽക്കുകയാണ്. അവർക്കും നമ്മളെ കൊണ്ട് അസൗകര്യമുണ്ട്, നമ്മുടെ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയുണ്ട്, ഇതൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നുവരെ ഇപ്പോൾ ഇവിടെയുള്ള ടീച്ചർ ഏകദേശം അവരുടെ ജീവിതത്തിൻ്റെ സർവീസിൻ്റെ ഏറ്റവും അവസാന ഘട്ടമാണ്. ഈ അടുത്ത വർഷം അവർ പിരിയാണ്. അപ്പോൾ അവർ പിരിയുന്ന ഈ വർഷമെങ്കിലും ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ അംഗൻവാടിക്ക് ഒരു സ്വന്തമായ കെട്ടിടം ഒരു സ്ഥലത്ത് ഉണ്ടാക്കി തരണം എന്നുള്ളൊരു ആഗ്രഹമാണ്. ഇനിയെങ്കിലും നമ്മുടെ പൊതുസമൂഹത്തിലെ ഏതെങ്കിലും വ്യക്തികളായാലും സംഘടനകളായാലും അല്ലെങ്കിൽ അധികൃതരായിരുന്ന നഗരസഭയുടെ ഭാഗത്തു നിന്നായാലും എങ്ങനെയെങ്കിലും അവർക്കൊരു കൃത്യമായ ഒരു അംഗൻവാടി ഉണ്ടാക്കി കൊടുക്കാൻ സ്ഥലം ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ളൊരു അഭ്യർത്ഥനയാണ് നമുക്കുള്ളത്. ആ കുട്ടികൾക്ക് നല്ല രീതിയിൽ അവരുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് അംഗൻവാടി എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി തന്നെയെങ്കിലും അവർക്ക് വേണ്ടി എന്നുള്ള ചിന്തയിൽ തന്നെ അത് ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് ഒരു അഭ്യർത്ഥനയുള്ളത്, നിങ്ങളോട് പറയാനുള്ളത്. കൂടുതൽ സൗകര്യത്തോടെ പുതിയ കെട്ടിടം ലഭിക്കുകയാണെങ്കിൽ അങ്കണവാടിയുടെ പ്രവർത്തനം മികച്ചതാക്കുന്നതൊപ്പം കൂടുതൽ കുട്ടികളെ ഉൾപ്പെടുത്താനാകുമെന്ന് വർക്കർ P. സുഭാഷിണി പറഞ്ഞു. അന്നേരമൊക്കെ നല്ല കുട്ടികളുണ്ടായിരുന്നു, 20-25 കുട്ടികൾ അപ്പോഴൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും കുട്ടികൾ കുറവൊന്നുമില്ല. പിന്നെ സൗകര്യം കുറവുണ്ട്, അസൗകര്യം ഉള്ളതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ആൾക്കാർ സൗകര്യം ഇല്ലല്ലോ എന്നും പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇപ്പം അങ്ങനെ അധികം അങ്ങനെ കുറഞ്ഞിട്ടില്ല, ഇതുവരെ 10ൽ കുറഞ്ഞിട്ടില്ല. 10 കുട്ടികൾ എന്തായാലും ഉണ്ടാകും. ഇപ്പം ഇനിയിപ്പം കുറച്ച് കുട്ടികൾ LKGയിലേക്ക് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ പുതിയ കുട്ടികൾ വരണം. നല്ല സൗകര്യമുള്ള ഒരു കെട്ടിടത്തിന് കുറേയായി നമ്മൾ കമ്മിറ്റിയിലെല്ലാം പറയുന്നത്. പക്ഷേ ഇതുവരെ നല്ലൊരു സ്ഥലം കിട്ടിയിട്ടില്ല. നമുക്ക് സ്ഥലത്തിന് വേണ്ടിയിട്ട് അന്വേഷിച്ചിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മളിങ്ങനെ ഓരോരുത്തരോടും ഇങ്ങനെ സ്ഥലം ഡൊണേഷനായിട്ട് തരികയാണെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്കണവാടിക്ക് സ്വന്തം കെട്ടിടമെന്ന ഇവരുടെ സ്വപ്നത്തിന് വൈകാതെ തന്നെ സാക്ഷാത്കാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് രക്ഷിതാക്കൾ. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.